മുജാഹിദീങ്ങളും വഹാബികളും കുറച്ച് രക്ഷപ്പെട്ടു കഴിഞ്ഞു. നിങ്ങൾ ആലോചിച്ചു നോക്ക്, എന്തിനാണോ നമ്മുടെ ഈ പരിശുദ്ധമായ റൂമിനെ തുടങ്ങിയത്, അത് തുടങ്ങിയ ആളുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ആ സാധാരണ പ്രവർത്തകന്മാരാണ്, അവർക്കൊക്കെ വലിയ വലിയ പ്രതീക്ഷകളാണ്. ആ പ്രതീക്ഷകളെ കവച്ചു വെച്ച് അൽഹംദുലില്ലാ SGV മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഓരോ തമാശകൾ ഇടക്കിടക്ക് വരുന്നത്. ആ തമാശയായിട്ട് പിന്നെ കുറച്ചാണ്ട് പോകേണ്ടി വന്നതാണ്. ഏതായാലും താൽക്കാലികമായി അവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു. അല്ലാഹു തആല എല്ലാവർക്കും ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ദെൻ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഏകദേശം ഒരു നൂറ്റാണ്ടോളം അവര് പറയുന്ന നൂറ്റാണ്ടായി വഹാബികൾ കേരളക്കരയിൽ പ്രവർത്തനം തുടങ്ങിയിട്ട്. അവര് പറയണു ഏതെണ്ണത്തിലാ എണ്ണണത്, ഏത് കയ്യിന്റെ വരലുകൊണ്ടാ എണ്ണണത്, ഇതൊന്നും അറിയില്ല. എന്തായാലും നൂറ്റാണ്ടായി എന്ന് പറയണ അവര് ആദ്യ കാലഘട്ടത്തിൽ പഠിപ്പിച്ച ആശയങ്ങളിൽ നിന്നെല്ലാം മാറി മാറി സ്ട്രോങ് കൂടുമായിരുന്നു. ഒരു 50 കൊല്ലം 60 കൊല്ലം കഴിയുന്നത് വരേക്ക് ഇവർക്ക് എന്തായിരുന്നു അറിയോ, പടച്ചോനെ ആദ്യം ഉള്ളതൊക്കെ നിഷേധിച്ച് 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 സർവ്വനിഷേധ പ്രസ്ഥാനമായി മാറുകയായിരുന്നു. പക്ഷെ ഒരു 60 കൊല്ലം 70 കൊല്ലം കഴിയുമ്പോ കാറ്റ് മാറി അടിച്ചു. ഇപ്പൊ എന്താന്ന് വെച്ചാ ഈ നിഷേധിച്ചത് മുഴുവൻ അംഗീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചിന്തിച്ചു നോക്കുങ്ങൾ, ഈ നിഷേധിച്ചത് മുഴുവൻ അംഗീകരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയിലേക്ക് വഹാബിസം വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് പറഞ്ഞാലും ആയത്തുണ്ടോ, ഹദീസുണ്ടോ? ആ ഫേസ്ബുക്കിലെ ഒരു സുഹൃത്തെ ഒരു കഥ ഇട്ടത് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഒരു സുഹൃത്ത് ഒരു കഥ ഇട്ടു, അതെനിക്ക് വല്ലാതെ നന്നേ ഇഷ്ടപ്പെട്ടു. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. കുറച്ചു നേരം വായിക്കാറുണ്ട്. ഞാൻ സാധാരണ അത്രയും വലിയ സ്റ്റാറ്റസ് ഒന്നും വായിക്കാറില്ല. ഇത് വായിച്ചു തുടങ്ങിയപ്പോഴേ ആ മൊഞ്ച് കണ്ടപ്പോ സ്വാഭാവികമായിട്ട് അതൊന്ന് വായിച്ചു വെക്കാന്ന് കരുതി. അപ്പൊ ഒരാൾ വഹാബിയായ കഥയാണ് എഴുതി വെച്ചത്. അതന്നെ പോർട്ടർ മൊയ്തീൻ, അതിനെ സാബിറടിച്ചു. പോർട്ടർ മൊയ്തീൻ വഹാബിയായ കഥ. മാഷാ അല്ലാഹ്, അല്ലാഹു തആല ആ സഹോദരന് ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ കഥ ഒന്ന് എല്ലാവരും ഷെയർ ചെയ്തോളണം. കാരണം എന്താ പറയുക, നല്ല രസമുള്ള കഥയാണ്. ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ സാബിറെ അതൊന്ന് എടുത്തിട്ടേ കേൾവിക്കാരൻ ഉസ്താദിന് PM അടിച്ചു കൊടുത്താൽ മതി. കാരണം കേൾവിക്കാരൻ ഉസ്താദിന് ആ ഫസാദ് ID ഇല്ലാത്തതാണ്. സാബിർ അടിച്ചു തരും ഉസ്താദ്. സാബിറിന് പിന്നെ കോണ്ടാക്ട് ലിസ്റ്റിൽ ഇല്ലെങ്കിൽ കോണ്ടാക്ട് ലിസ്റ്റിലേക്ക് വെച്ചെടുത്താൽ മതി. അപ്പോ ഏതായാലും അത് സത്യാണ്. മുജാഹിദ് വഹാബിയുടെ അവസ്ഥ അതാണ്. കാരണം ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന് ചോദിക്കണ വഹാബിനോട് എന്ത് ചോദിച്ചാലും ഖുർആനിലും ഹദീസിലും കാണാൻ പറ്റണില്ല. അവസാനം പോർട്ടർ മൊയ്തീൻ എന്താ പറഞ്ഞത്? അവസാനം ഓനോട് പറഞ്ഞു, നമുക്ക് പിന്നെ മൂപ്പരിങ്ങനെ അങ്ങാടിരിക്കുക, കഥ ചുരുക്കിയാണെങ്കിൽ പറയേ ഈ പിന്നെ ചുമട്ടുതൊഴിലാളിയല്ലേ, പോർട്ടറല്ലേ. അപ്പൊ മൂപ്പര് ഈ ചുമട്ട് ഒക്കെ എടുത്ത് കൊണ്ടിട്ട് ചീണം മാറ്റാൻ വേണ്ടി ഒരു ബസ് സ്റ്റോപ്പിന്റെ അവിടെ ഇങ്ങനെ ചാരി പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മുജാഹിദ് ബാലുശ്ശേരിനെ പോലുള്ള ഏതോ ഒരു പിശാജ് ബാലുശ്ശേരി എന്ത് ചെയ്യാന് അങ്ങാടിയിൽ ഭയങ്കര പ്രസംഗം. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഒന്നേ ഉള്ളൂ, ഖുർആൻ ഒന്നേ ഉള്ളൂ, അള്ളാന്റെ റസൂൽ ഒന്നേ ഉള്ളൂ. നിങ്ങൾ നോക്ക്, ദീനുൽ ഇസ്ലാമിൽ ഇപ്പൊ ഷാഫി വേറെ, ഹനഫി വേറെ, ഹംബലി വേറെ, മാലിക് വേറെ, അങ്ങനെ 4ഉം 6ഉം മദ്ഹബായിട്ട് പോവുകയാണ്. ഇതെങ്ങനെ വന്നതാ? ഇതൊക്കെ നമ്മൾ പിന്നെ ഓല ഇങ്ങനെ പിൻപറ്റുന്നേരം 4ഉം 5ഉം 40ഉം ഒക്കെ ആയി മാറും. അതൊന്നും വേണ്ട. നമുക്ക് ഏറ്റവും നല്ലത് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. തറക്തു ഫീക്കും അംറൈൻ കിതാബുല്ലാഹ് വ സുന്നത്തു റസൂലിഹി എന്ന് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാന്റെ കിതാബും പരിശുദ്ധമായ നബിയുടെ തിരുചര്യയും അത് പിൻപറ്റുക എന്നതാണ് അഭികാമ്യം, അതാണ് കരണീയം എന്നൊക്കെ പറഞ്ഞ് മൂപ്പരിങ്ങനെ പ്രസംഗി. പോർട്ടർ മൊയ്തീന് തോന്നി ശരിയെന്നല്ലേ? ശരി. ഷാഫി ഇമാമിനെ പിൻപറ്റാൻ റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല, അബൂ ഹനീഫ ഇമാമിനെ പിൻപറ്റാനും പറഞ്ഞിട്ടില്ല, പച്ചക്ക് പറഞ്ഞിട്ടില്ല എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ. ഏതായാലും അതൊന്നും വേണ്ട. അള്ളാഹ് റസൂൽ എന്താ പറഞ്ഞത്? ഖുർആൻ ഹദീസ് എന്നാ പിഴച്ചു പോവില്ലല്ലോ. എന്തിനാ ഇതെങ്ങനെ? മൊയ്തീൻ ചിന്തിച്ച്, സ്വാഭാവികം മൊയ്തീന്റെ മനസ്സിൽ ആ ആശയം ഉൾക്കൊണ്ട് മൊയ്തീൻ ചിന്തിച്ച് ശരിയെന്നല്ലേ, ഒരാള് പറയുന്നത് കേൾക്കൂല. ഇന്ന് മുതൽ മൊയ്തീൻ തീരുമാനമെടുത്ത് ഞാനാണ് വഹാബി. എന്റെ പേര് തന്നെ ഉണ്ടല്ലേ, എന്റെ പേര് തന്നെ ഉണ്ടല്ലേ, പേരെന്താ മുജാഹിദ് എന്നാന്ന് അറിയില്ലേ? ഞാനാണ് മുജാഹിദ്. ഇനി ഇന്ന് മുതൽ ആര് പറയണതും ഞാൻ കേൾക്കാൻ പോണില്ല. എന്തേ കേൾക്കുള്ളൂ? അള്ളാന്റെ റസൂലും പരിശുദ്ധ ഖുർആനും എന്താണോ പഠിപ്പിച്ചത് അത് മാത്രം. അതിന്റെ അപ്പുറത്തേക്ക് വർത്താനില്ല. മൂപ്പര് വഹാബിയായി റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനെ
അന്ന് മഗ്‌രിബ് വരെ ഈ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇശാഇന് വീട്ടിലെത്തി. ഇപ്പൊ സാധാരണ നിക്കരിക്കുമല്ലോ, ഇനിയിപ്പൊ നിക്കാരാണ്ട് തുടങ്ങിയ നിക്കാര് ഇപ്പൊ ഇശാഇ എന്നുള്ളൊരു നിക്കാരുണ്ടോ മൂപ്പര് ചിന്തിക്കാൻ തുടങ്ങി. അപ്പൊ ഖുർആൻ ഇപ്പം ഇന്നലെ വരെ അനുഷ്ഠിച്ചല്ലോ ഒഴിവാക്കിയിട്ട് ഇന്നിപ്പോ പുതിയ പരിപാടി തുടങ്ങിയല്ലേ. അപ്പൊ ഇന്ന് ഇശാഇ നിക്കരിക്കണമെങ്കിൽ ഇശാഇ എന്ന് പറഞ്ഞ നിക്കാരം തന്നെ ഉണ്ട്. നിക്കാരം കൈ എങ്ങനെ കെട്ടണം അതൊക്കെ വേറെയല്ലേ. നിക്കാരം തന്നെ ഉണ്ടോ അത് ആദ്യം ആലോചിക്കും. മൂപ്പര് ചിന്തിച്ച് ഖുർആൻ എടുത്ത് മറിച്ചു. പരിഭാഷ ഉണ്ടല്ലോ മൗലാനമാര് കൊടുത്തെ പരിഭാഷ എടുത്ത് മറിച്ചിട്ട് ഇശാഇ എന്നുള്ളൊരു നിക്കാരം കാണാനേ ഇല്ല. എടങ്ങാറാകാൻ പോണോ. അങ്ങനെ ചുരുക്കം പറയാ, നിക്കാരത്തിന്റെ കോലവും നിക്കാരം ഇതൊക്കെ പാടെ ഇയാള് ഹദീസിൽ നോക്കി പിടുത്തം വിട്ട് അവസാനം മൗലവിനെ വിളിച്ചു. പാതിരാക്കി തന്നെ മൗലവിന്റെ നമ്പർ ഉണ്ട്. ഒരു മൗലവിന്റെ നമ്പറിലേക്ക് വിളിച്ചു. മൗലവി, അല്ല, ഞാൻ ഇന്നലെ വരെ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഞാൻ എന്നോട് നിങ്ങൾ പറഞ്ഞു ഖുർആനും ഹദീസുമാണ് സ്വീകരിക്കേണ്ടത്, വേറെ ആര് പറഞ്ഞാലും സ്വീകരിക്കാൻ പറ്റൂലെന്നല്ലേ. അതുകൊണ്ട് ഞാൻ അത് സ്വീകരിച്ച് പെരയിൽ നോക്കുന്നത് നിക്കരിക്കാൻ ഒരു വകുപ്പും കാണുന്നില്ല. ഖുർആനും ഹദീസും നോക്കിയിട്ട് എനിക്ക് നിക്കരിക്കാൻ കഴിയണില്ല. അതുകൊണ്ട് ഇശാ 4 റക്അത്ത് എനിക്ക് നിക്കരിക്കണം, എന്നാലേ കിടന്നിറങ്ങാൻ വയ്ക്കൂ. അതിന്റെ കോലം ഖുർആനും ഹദീസും മാത്രം ഒന്നെനിക്ക് നിങ്ങൾ പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അല്ലാഹ്, മൗലവി പറഞ്ഞു, അല്ല ഇന്നലെ വരെ നിസ്കരിച്ചിട്ടില്ലേ? ഞാൻ ഇന്നലെ വരെ നിസ്കരിച്ചതാണ് ഇശാഇ. പക്ഷെ ഇന്നലെ വരെ ഞാൻ ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട്, ഉസ്താദുമാരൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അതേപോലെ അത് ചെയ്യേനി. ഖുർആൻ ഹദീസ് നോക്കിയിട്ട് ചെയ്തല്ല. പക്ഷെ ഇന്ന് ഞാനൊരു പുതിയ വഹാബിയല്ല. അപ്പൊ ഇന്ന് ഖുർആൻ ഹദീസ് നോക്കിയിട്ട് ചെയ്യണ്ടേ എനിക്ക്. അതുകൊണ്ടാണ് ഞങ്ങളോട് ചോദിക്കുന്നത്. അല്ല, അപ്പൊ മൗലവി പറഞ്ഞു, തൽക്കാലം ഇജ്ജൊരു കാര്യം ചെയ്യും, ഇന്നലെ വരെ ചെയ്തതുപോലെ ഇന്നാണ്ട് ചെയ്താളാണ്. എങ്ങനെ മൗലവിന്റെ വർത്താനം ഇന്നലെ വരെ ഇജ്ജ് ചെയ്തില്ലേ അതേമാതിരി ഇന്നാണ്ട് ചെയ്താളാറ്. അല്ല മൗലവി, നിങ്ങളല്ലേ അങ്ങാടിന്ന് ചങ്ക് പൊട്ടി നെഞ്ഞത്തടിച്ച് നിലവിളിച്ച് പറഞ്ഞ ഖുർആനും ഹദീസുകളെ സ്വീകരിക്കേണ്ടു. പിന്നെ ഞാൻ ഇന്നലെ വരെ ചെയ്യാനാണെങ്കിൽ പിന്നെ ഇപ്പണിക്ക് ഞാൻ നിൽക്കേണ്ടിനോ? ഇപ്പൊ മൗലവി പറഞ്ഞു, ഇജ്ജൊരു കാര്യം ചെയ്യും, ഇജ്ജ് ഇന്നങ്ങനെ നിൽക്കരിക്ക്, നാളെ ഇജ്ജ് ഓഫീസിലേക്ക് വാ. ഓഫീസിൽ നിന്ന് ഞാനൊരു പുസ്തകം ഉണ്ട്, പുസ്തകം നിൽക്കായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്, അത് നോക്കി നിക്കരിച്ചാൽ മതിയെന്ന്. ഇയാള് പറഞ്ഞ്, ഇങ്ങോട്ട് നിങ്ങൾ പുസ്തകം നോക്കി നിക്കരിക്കാനല്ലാതെ പറഞ്ഞേ, എന്ത് ചെയ്യുമ്പോൾ ഖുർആനും ഹദീസും നോക്കി ചെയ്യാനല്ലേ പറഞ്ഞത്. എനിക്ക് പുസ്തകമൊന്നും വേണ്ട, ആ വർത്താനൊന്നും പറയണ്ട, എനിക്ക് ഖുർആനും ഹദീസും തന്നെ വേണം. റഹ്മാനെ, ഇയാള് വിടൂല. അവസാനം മൗലവി പറഞ്ഞു, ഇതൊരു കാര്യം ചെയ്യ്, ഇന്ന് അങ്ങനെ നിസ്കരിക്ക, അതൊന്നും നടക്കൂലായിരുന്നു. എന്നാ പിന്നെ ഇജ്ജ് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കുന്നായി മൗലവി. ആയിക്കോട്ടെ, എന്നാ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. കുറച്ച് കഴിഞ്ഞു. മൗലവിനെ വിളിച്ചു നോക്കുമ്പോ മൗലവി ഫോൺ എടുക്കൂല. എങ്ങനെ വിളിച്ചാലും മൗലവി ഫോൺ എടുക്കൂല. ദെൻ ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്ത് ഇയാൾ വിളി. വാടച്ചോനെ മൗലവി വന്നാ ഫോൺ എടുക്കൂല. അവസാനം മൗലവി എന്ത് പണി ചെയ്തു അറിയോ? എന്ത് പണി ചെയ്തു? നിങ്ങൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു. മൗലവി സ്വിച്ച് ഓഫ് ആക്കി കിടന്നുറങ്ങി. ഇയാളാ ഇപ്പൊ ഇറങ്ങാറായല്ലോ, നിക്കരിക്കണല്ലോ ഇപ്പോ. നീ എന്ത് ചെയ്യും? അടുത്ത വേറൊരു മൗലവിന്റെ നമ്പർ നോക്കി മൗലവിനെ വിളിച്ചു ഈ വിഷയം പറഞ്ഞു. വിഷയം പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ മൗലവി പറഞ്ഞേ, നാളെ ഓഫീസിലേക്ക് വരീൻ. അതേമാതിരി തന്നെ മൗലവി നാളെ ഓഫീസിലേക്ക് വരല്, പിന്നല്ല എനിക്ക് ഇന്നത്തെ ഇശാ നിസ്കരിക്കണേ, അതിനിപ്പോ എന്താ ചെയ്യ? ആപ്പ് പറഞ്ഞു, മോനെ ഇന്നിപ്പോ ഇത് എന്തായാലും പറഞ്ഞുതരാൻ പറ്റിയത് ആളവാ, അത് പറ്റൂല, എനിക്ക് ഇന്നെ കിട്ടണം. ഇയാൾ കെട്ടിപ്പിടിച്ച് പറയൽ തുടങ്ങിയപ്പോ അവസാനം മൗലവിയും കട്ട് ചെയ്തു. ഇയാൾക്ക് ദേഷ്യം പിടിച്ച്, പോട്ടർ മൊയ്തീന് ദേഷ്യം പിടിച്ച്, ഖുർആനും ഹദീസും നിക്കാരം കാണിച്ചിരുന്നില്ല മൗലവിമാര്. എടങ്ങാറായി, ദേഷ്യം പിടിച്ച് അവസാനം ഇയാൾ എന്നാ വേണ്ടില്ല, ഇന്നിപ്പോ പറഞ്ഞമാർക്കൊക്കെ ആയിക്കോട്ടെ, ഇന്നങ്ങോട്ട് നിസ്കരിച്ചാലേ, ഇന്നലെ പോലെ ഖുർആൻ ഹദീസ് ഏതായാലും നോക്കിയിട്ട് കാണില്ലല്ലോ, ഇന്നലത്തെ പോലാണ് നിസ്കരിക്കാറ്. ഇശാ നിസ്കരിച്ച്, സുബിഹി ഇന്നലത്തെ പോലാണ്ട് നിസ്കരിച്ച്. പിറ്റേന്ന് രാവിലെ മൂപ്പര് നേരെ പോയി. എവിടേക്ക്? ഞാൻ ഒറ്റവട്ടം വായിച്ചതാണ്, വല്ലഹാസിലാണ് പറയണത്, അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അത്യാവശ്യം മാറ്റമൊക്കെ ഉണ്ടാവും. അപ്പോ ഓഫീസിക്ക് സെന്ററിലേക്ക് പോയി. സെന്ററിൽ പോയി നോക്കുമ്പോ അവിടെ ഉണ്ട് മൗലവിമാരോട് ഖുർആനും ഹദീസും കാണിച്ചു തരണം. അവസാനം മൗലവിമാര് അവിടെ പോയിക്കോ, ആദ്യം താഴത്തെ കൗണ്ടറിൽ പോയി, അല്ല ഇന്ന മൗലവി ഉണ്ട്, ആ മൗലവി ഉണ്ട്, മറ്റെടുത്തുണ്ട് അറിഞ്ഞു, മേലെ ഉണ്ട് അറിഞ്ഞു. തലേന്ന് വിളിച്ച ആളല്ലേ. ഇയാളെ കാണുമ്പോഴത്തേക്ക് മറ്റേ മൗലവി പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ് മൊയ്തീൻക്ക, നിങ്ങളവിടെ ഇരിക്കും, ഞാൻ ഇപ്പൊ വരാറുണ്ട്. മൂപ്പര് പിന്നാമ്പുറത്തേക്ക് കൂടെ മാസ്റ്റരാമ തടി ഉണ്ടെങ്കിൽ നയിച്ചു എന്നാന്ന് പറഞ്ഞ് മൂപ്പര് വിട്ട്. അടച്ചാണ് ഇയാൾ കാത്തുത്തിരിക്കൽ തന്നെ. പുറത്ത് ഇപ്പൊ വരാന്ന് പറഞ്ഞ പോയ മൗലവിനെ കാണാനില്ല. റഹ്മാനെ കുറെ നേരം മൊയ്തീൻക്ക അവിടെ ഇരുന്ന്. പിന്നെ എന്ത് ചെയ്തു?
അല്ല ഞാനിപ്പോ വന്നതേ എനിക്കൊരു വിഷയം അറിയാൻ വേണ്ടിയാണ് മൗലവി പോകാന്ന് പറഞ്ഞിരുന്നു. അയാളെ ഇപ്പൊ വരാനും പറഞ്ഞു പോയതാ, കാണുന്നില്ലായിരുന്നു. മൗലവിന്റെ പേര് പറഞ്ഞു. അപ്പൊ പിന്നെ ഈ റിസപ്ഷനിസ്റ്റ് എന്ത് ചെയ്ത്, എന്നാ പിന്നെ ഒരു കാര്യം ഞാൻ ചെന്നോക്കട്ടെ, ഈ റിസപ്ഷനിസ്റ്റ് പോയി മൗലവിനെ തപ്പിക്കളും കാണണ്ടേ. അവസാനം മൗലവിനെ കാണാനില്ല അറിഞ്ഞു. മൊയ്തീൻഖാന്റെ അടുത്ത് വന്നിട്ട് വോട്ടർ മൊയ്തീന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു മൗലവിനെ ഇവിടെ കാണാനില്ലല്ലോ. അപ്പൊ നിങ്ങളെ പ്രശ്നം എന്താ ചോദിച്ചു. അതെ, എനിക്ക് ഇങ്ങനെ ഖുർആൻ നോക്കി നിക്കരിക്കണം. അപ്പൊ അതിന് ഖുർആൻ ഇന്ന് കാണിച്ചു തരാം, ഹദീസ് ഇന്ന് കാണിച്ചു തരാന്നാ പറഞ്ഞത്, അതിനു വേണ്ടി വന്നതാണ് ഞാൻ പറഞ്ഞു. അതിനെ നിങ്ങൾ കാര്യം ചെയ്യും, ആ മൗലവി നോക്കണമെന്നില്ല, വേറെ മൗലവി ഉണ്ടല്ലോ വലിയ താടിയൊക്കെ വെച്ചിട്ട്, അതാ വലിയ നീളം കുപ്പായൊക്കെ ഇട്ടിട്ട് അവിടെ ഉണ്ട്, ആ മൗലവിനെ പോയി കണ്ടാൽ മതിയായിരുന്നു. ഈ റിസപ്ഷനിസ്റ്റ് മിസ്കീൻ അറിയില്ലാലോ ഇതിന്റെ ഇടയിലുള്ള ഇടങ്ങാറ് എത്രയാന്നുള്ളത്. മൂപ്പർ അങ്ങോട്ടേക്ക് റെഫർ ചെയ്ത് കൊടുത്ത്. എന്നാ പിന്നെ ആയിക്കോട്ടെ അറിഞ്ഞു. ഈ പാവം പോയി താടിയും വലിയ ഇതൊക്കെ കണ്ട ആളെടുത്ത് സിംഗിന്റെ തൊട്ടുണ്ട് ഒരാള് അവിടെ പോയി നോക്കുന്നേരം ഇയാള് ആരാന്ന് ചോദിച്ചു. ഞാനാ മൊയ്തീൻ എന്നാണ് എന്റെ പേര്, ഞാൻ ഇന്നലെ വഹാബി ആയതാണ് പറഞ്ഞു. മാഷാ അല്ലാഹ് ഭയങ്കര സംഭവം തന്നെ. കയ്യൊക്കെ പിടിച്ചൊരു നാട്ടിലും മുട്ടലും ഒക്കെ കഴിഞ്ഞ് അപ്പൊ മൊയ്തീനും സമാധാനായി. ഇതേതായാലും എന്റെ ഉദ്ദേശം ഇപ്പൊ സഫലാവുമല്ലോ, ഇന്നലത്തെ മാറ്റി വിശാഖം മാറ്റിക്കരിച്ചാലും വേണ്ടിയില്ല, ഇവിടെ ഉദ്ദേശം സഫലാവുമല്ലോ. അങ്ങനെ നോക്കി എന്താ ഇപ്പൊ വന്നത് കാര്യമായിട്ട്. അതെ, ഞാൻ ഇന്നലെ വഹാബി ആവാനുള്ള കാരണം എനിക്കിങ്ങനെ നല്ലൊരാശയം കിട്ടി. എന്ത് ഖുർആൻ ഹദീസിലേക്ക് നോക്കിയിട്ട് മാറ്റുരച്ചിട്ട് വേണം എന്ത് കാര്യങ്ങൾ നമ്മൾ ദീനിന്റെ ചെയ്യുമ്പോഴും. ഇന്നലെ ഒരു മൗലവി അങ്ങാടിന്ന് അത് നല്ലൊരാശയമായിട്ട് എനിക്കും തോന്നിയായിരുന്നു. ഇത് കേട്ടപ്പോ മറ്റേ മൗലവി നിലംവിട്ടു. ഏത് അടുത്തിരിക്കണ മൗലവി നിലംവിട്ടു. പാട്ടച്ചോന്ന് നമ്മൾക്ക് എത്ര കാലമായിട്ട് പറയാൻ തുടങ്ങിയതാ, ഇങ്ങക്കെങ്കിലും വിഷയം തിരിഞ്ഞല്ലോ മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് എന്നൊക്കെ പറഞ്ഞ് കൈപിടിക്കൽ മുസാഫത്തിൽ രണ്ടാമതും. അപ്പൊ ഇയാൾക്ക് ഉറപ്പായി ഇനിയിപ്പോ എന്തായാലും മൊയ്തീനടുത്ത് എന്തായാലും കിട്ടാണ്ടിരിക്കൂല. ശരി, മൗലവിനോട് പറഞ്ഞു. അപ്പേ ഞാൻ ഇന്നലെ വീട്ടിൽ പോയപ്പോഴാണ് വലിയൊരു പെടൽ പറ്റേ. അപ്പൊ എന്ത് പെണ്ണുങ്ങളോട് വിഷയം പറ്റ് പെണ്ണുങ്ങൾക്ക് തിരിഞ്ഞില്ലേ? അതൊന്നല്ല, ഞാൻ ഈ വിഷയം പഠിച്ചൊക്കെ പോയി എന്നല്ലാണ്ട് ഇത് പ്രാവർത്തികാക്കി നോക്കിയല്ലോ. പോരെ പോയിട്ട് ഇശാ ഒന്ന് നിസ്കരിക്കണ്ടിട്ടേ ഖുർആൻ ഹദീസിലോട്ട് നോക്കിയപ്പോ എനിക്ക് ഇശാ നിസ്കരിക്കാനുള്ള കോലവും ഇശാ എന്നുള്ള വാക്ക് എന്നെയും ഏത് നിസ്കാരത്തിനെ കുറിച്ച് ഞാൻ ഖുർആനിന് കണ്ടില്ല. ഇനിയിപ്പൊ എനിക്ക് അതൊന്ന് ഇശാ നിസ്കരിക്കണം. അതുപോലെ തന്നെ 5 വക്ത് നിസ്കാരം ഒന്ന് മര്യാദക്ക് ഖുർആൻ നോക്കിയിട്ടൊന്ന് ചെയ്യണം. അതിനിപ്പോ വല്ല മാർഗമുണ്ട്. ആയത്ത് ഹദീസൊക്കെ പഠിക്കാൻ ഇന്നിവിടെ വരാൻ വേണ്ടി പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഞാൻ വന്നു നോക്കുന്നത്. ആ മൗലവി ഇവിടെ ഇപ്പൊ വരാനും പറഞ്ഞു പോയതായിരുന്നു. പക്ഷേ എന്ത് ചെയ്തില്ല, ആ മൗലവിന് ഇതുവരെ കണ്ടില്ല. അപ്പൊ നിങ്ങളെടുത്ത് വരാൻ പറഞ്ഞാണ്, നിങ്ങൾ തരുന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് കേട്ടപ്പോ മറ്റേ മൗലവി അതുവരെ കണ്ട മുഖവും ചിരിയും ഭാവമൊന്നുമില്ല. മൗലവി പറഞ്ഞു, അതെയാ അങ്ങനെ വന്നത്? എന്നാലേ ഇജിവിടെ ഇരിക്കുകയായിരുന്നു. മൂപ്പര് പറഞ്ഞു, ഞാൻ ഇപ്പൊ ഖുർആൻ ഹദീസൊക്കെ എടുത്തിട്ട് വരാം, ഇജിവിടെ ഇരുന്നോ പറഞ്ഞു. മൊയ്തീൻ സാഹിബിനെ അവിടെ ഇരുത്തി. മാഷാ അല്ലാഹ് തദൈവ. മറ്റേ മൗലവി എത്ര 100 സ്പീഡിലാണെങ്കിൽ ഇയാൾ 110 സ്പീഡിൽ പോയി പിന്നെ തിരിച്ചു വന്നിട്ടില്ല. ഇയാള് ലോഹറുമില്ല, ഖുർആൻ നോക്കി നിൽക്കാൻ പോയില്ല, അസറുമില്ല, അവിടെ കാത്തുത്തിരുന്നു. അവസാനം ഇയാൾക്ക് വേണ്ടി ദേഷ്യം പിടിച്ചു. പറഞ്ഞു മൂപ്പര് എന്താ അറിയോ, ഇനി മേലാൽ ഖുർആനും ഹദീസും നോക്കിയിട്ട് കാര്യം ചെയ്യാന്ന് പറഞ്ഞ് മൂലക്കൊക്കെ നിങ്ങൾ വന്നിട്ടുണ്ടല്ലോ, കയ്യും കാലും ഞാൻ അടിച്ച് തല്ലി ഒടിച്ചാളെ, മര്യാദക്ക് മുണ്ടാണ്ട് അവിടെ കൂത്തിരുന്ന. നിങ്ങളൊരു ഖുർആൻ അടുത്തിയാള്, നിങ്ങളൊരു ഹദീസ് അടുത്തിയാള്, ഇനി മേലാൽ ആ ബൈക്ക് അതും പറഞ്ഞിട്ടാണ് വാന്നും പറഞ്ഞ് മൊയ്തീൻ സാഹിബ് സ്ഥലം വിട്ടു. പിന്നെ അന്ന് മുതൽ ആ പരിപാടി മുമ്പിലെടുത്ത് ഖുർആനും ഹദീസ് നോക്കി കാണുന്ന നിക്കരിക്കാൻ നോമ്പോക്കലും. ഈ ഒരു അവസ്ഥയാണെങ്കിൽ സത്യമല്ലേ? ഏതായാലും അത് ആരാണോ അത് ഉണ്ടാക്കിയത്, ആ കഥ ഉണ്ടാക്കിയത്, ആ വ്യക്തി ഉണ്ടാക്കിയതിൽ നിന്ന് കുറെയൊക്കെ വ്യത്യാസം ഉണ്ടാവും. ക്ഷമിക്കണം, കാരണം ഒറ്റ പ്രാവശ്യമായിട്ട് വായിച്ചതാണ്. കുറെയൊക്കെ എന്റെ വക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്. ഏതായാലും ആ സുഹൃത്തിനോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ആ വിഷയത്തിൽ. ഓക്കെ, എന്തായാലും ഇതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാനിത് കണ്ട് കുറേ ചിരിച്ചുപോയി. അതിന്റെ അടിയിൽ ഞാനൊരു ഗുഡും കൊടുത്തു ആ വ്യക്തിക്ക്. മാഷാ അല്ലാഹ്, ഇങ്ങനെ ഹൃദയത്തിൽ നിന്നൊരു നല്ല മെസ്സേജ് പാസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു കഥയായിരുന്നു. അല്ലാഹു തആല ആ സഹോദരന് എല്ലാവിധ ഖൈറും ബർക്കത്തും റഹ്മത്തും എല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പ്രവർത്തനം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഏതൊരു കഥയ്ക്ക് പിന്നിൽ നല്ലൊരു മെസ്സേജ് വേണം. ആ മെസ്സേജ് അതിലുണ്ട്. മാഷാ അല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു, നിങ്ങൾ നോക്ക്. ഓക്കെ അബാബക്ക, ഞാൻ ഇപ്പോഴാണ് നോക്കിയത്. അപ്പോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പൊ നമ്മള് അതിന്റെ ഇടയിൽ ആ കഥയായിരുന്നു പറഞ്ഞത്. ആ കഥ എല്ലാവർക്കും മനസ്സിലായല്ലോ. ആ കഥയെന്നുള്ള പ്രിയപ്പെട്ട ON തരുവണയാണ് അത് എഴുതിയിട്ടുള്ളത്. തരുവണ സാഹിബാണ്
എഴുതിയിട്ടുള്ളത്. കേൾവിക്കാരൻ ഉസ്താദ് അത് വേണമെങ്കിൽ നമ്മളെ സാബിറിനൊന്ന് PM ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സാബിറിന്റെ കയ്യിലുണ്ട് എന്നാ പറഞ്ഞിട്ടുള്ളത്. ഉണ്ട്, എനിക്ക് അയച്ചുതരും ചെയ്തിട്ടുണ്ട്. ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നല്ല രസമുള്ള കഥയായിരുന്നു. ഞാനങ്ങനെ വായിക്കാൻ നിൽക്കലില്ല. അതാണ്ട് തുടക്കം കണ്ടപ്പോ എനിക്ക് ഇൻട്രസ്റ്റ് തോന്നിയിട്ട് വായിച്ചു പോയതാണ്. അപ്പൊ എന്താ മനസ്സിലായത്? നമുക്ക് ആ കഥയിൽ നിന്ന് എന്താ മനസ്സിലായത്? നല്ലൊരു പാഠമുണ്ട് അതില്. ഖുർആനും ഹദീസും സാധാരണക്കാരനും അല്ലെങ്കിൽ മുറിമല്ലയും അല്ലെങ്കിൽ അഫ്ളലുൽ പിന്നെ എന്താണ് ആ സാധനമൊക്കെ പാസ്സായി വന്ന 2 കൊല്ലം പോയിങ്ങാണ്ട് ഹാദാ റജുലുൻ ഹാദിഹി ബിന്ദുൻ ഇതും പഠിച്ചു വന്ന് ഇവര് നോക്കിയിട്ട് ഈ സാധനമൊന്നും കിട്ടാൻ പോണില്ല. ഇതല്ല നമുക്ക് മനസ്സിലായത്. ശരി, പിന്നെ ഖുർആനും ഹദീസും നോക്കാൻ വേണ്ടി അത് നോക്കിയാൽ തിരിയണ കുറച്ച് ആൾക്കാരുണ്ട്. അതാരാണ്? ബഹുമാന്യന്മാരായ മുജ്തഹിദീങ്ങളായ ഇമാമീങ്ങളാണ്. അല്ലാത്ത ആളുകളോടൊന്നുമല്ല ഖുർആനും ഹദീസും നോക്കിയിട്ട് നിയമങ്ങൾ കണ്ടെത്താൻ വേണ്ടി പറഞ്ഞത്. മനസ്സിലായില്ലേ? ഖുർആനും ഹദീസും നോക്കിയിട്ട് നിയമങ്ങൾ കണ്ടെത്താൻ പറഞ്ഞത് എല്ലാരോടും അല്ല. അതാരാണ്? അത് നോക്കിയാൽ തിരിയുന്ന ആൾക്കാരായിരിക്കണ്ടേ? അത് നോക്കിയാ തിരിയുന്ന ആളുകളായിരിക്കണം. അവർക്കേ അത് തിരിയുള്ളൂ. ഇതാണ് ആ കഥയുടെ വൽഹാസിൽ. അപ്പൊ മുജാഹിദീങ്ങൾ പറയും സ്വാഭാവികമായിട്ടും ഹും റിജാലുൻ വനഹ്നു റിജാലുൻ. കേൾക്കുമ്പോ നല്ല രസമുള്ള പരിപാടി. ഓനും മനുഷ്യന്മാരാണ്, നമ്മളും മനുഷ്യന്മാരാ. എന്താ ഓൽക്ക് എന്താ തുമ്പി കൈയുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. മുജാഹിദിന്റെ ഓരോ അവസ്ഥയാണ്. ഇന്നേ വരെ നമ്മൾ കേട്ട എന്താ മുജാഹിദിൽ നിന്ന്? ഹും റിജാലുൻ വനഹ്നു റിജാലുൻ. ഓലും മനുഷ്യന്മാരാണ്, നമ്മളും മനുഷ്യന്മാരാണ്. പിന്നെ ഓലിക്കെന്താ ഉള്ളത്? തുമ്പിക്കൈയുണ്ടാ? എന്താപ്പോ ഓലിക്ക് മാത്രം നോക്കിയാ തിരിയല്? നമ്മക്കെന്താ ഇപ്പൊ നോക്കിയാ തിരിയായ? നമ്മളാരാ ഓലാരാന്ന്? അതിനുള്ള മറുപടി ഞാന് നമ്മളെ മുജാഹിദ് നേതാവ് വഹാബി നേതാവ് ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ കിതാബ് റഫ്ഉൽ മലാം എന്നൊരു കിതാബുണ്ട്. അതിന് ഇപ്പോ നമ്മളെ ഒരു മഅറലുൽ കുതുബ് നടന്നല്ലോ ഇവിടെ ദുബൈയില്. ആ സമയത്ത് ഒരാളോട് ആ സാധനം വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടി ഏൽപ്പിച്ചു വിട്ട് വാങ്ങിക്കൊണ്ടുവന്ന കിതാബ് നോക്കുമ്പോ നല്ല രസമുണ്ട്. അതിനൊരു തഹക്കീക്കുണ്ട്. ആ തഹക്കീക്ക് ആരുടേതാണെന്ന് വെച്ചാല് എന്താണ് അയാളെ പേര്? സഅദ് ബിൻ അബ്ദുല്ലാഹിൽ ഹമീദ് എന്ന് പറഞ്ഞ ഒരാള് തഹക്കീക്കോട് കൂടെ അദ്ദേഹത്തിന്റെ തഹലീക്കോട് കൂടെ എഴുതിയ ഷാർജല. ഏതായാലും അവിടുന്ന് മൂപ്പര് വാങ്ങിക്കൊണ്ടെന്ന് അതിങ്ങനെ വായിച്ചു നോക്കുമ്പോ അതിന്റെ തുടക്കത്തിൽ തന്നെ ഈ വിഷയങ്ങളൊക്കെ കണ്ട് പറഞ്ഞിട്ട് കേരളത്തിലുള്ള സർവ്വ വഹാബിനെയും റദ്ദ് ചെയ്യാണ് മൂപ്പര് പറയണേ കേൾക്കണമെങ്കിൽ. മൂപ്പര് പറയാണ് കുറെ ആളുകളുണ്ട്, ഐറ്റങ്ങൾ തനിപ്പൊട്ടന്മാരാണ് ഐറ്റങ്ങൾ വിചാരിച്ചോ എന്ത്? ഓര് പറയാണ് ഹും റിജാലുൻ വനഹ്നു റിജാലുൻ. വലിയ വലിയ ഉലമാക്കളും മുജ്തഹിദീങ്ങളായ ഇമാമിങ്ങളുണ്ട്. ഓരും മനുഷ്യന്മാരാണ്, നമ്മളും മനുഷ്യന്മാരാണ് എന്ന് പറഞ്ഞിട്ട് നമ്മക്കും നോക്കിയാൽ തിരിയും ഹദീസ് ആയത്ത് എന്നും പറഞ്ഞ് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. വഹാദാ ബാത്തിലുൻ. ഇതൊരു പേച്ചവാദാണ്. ഇമാമിങ്ങൾ പറഞ്ഞൊന്നും സ്വീകരിക്കണ്ട. ഖുർആനും ഹദീസും അതൊരു പേച്ചവാദാണ്. ഇതാരാ? മുജാഹിദ് നേതാവ് എഴുതുന്നത്. എനിക്കട്ടാ കുല്ലൻ യുഖദ് മിൻ ഖൗലിഹി വയുത്രക്. എല്ലാരെ വാക്കിലും സ്വീകരിക്കേണ്ടതുണ്ട്, തള്ളേണ്ടതുണ്ട്, കൊള്ളേണ്ടതുണ്ട്. ഇല്ലേ? സാധാരണ വഹാബി പറയുന്ന 2 വാക്കുകളാണിത്. എല്ലാരെ വാക്കിലും ഉണ്ട് എന്ത്? തള്ളപ്പെടേണ്ടതുണ്ട്, കൊള്ളപ്പെടേണ്ടതുണ്ട്. സ്വീകരിക്കാൻ പറ്റണമുണ്ട്, സ്വീകരിക്കാൻ പറ്റാത്തതുണ്ട്. ഷാഫി ഇമാമ് പറഞ്ഞാൽ സ്വീകരിക്കേണ്ടതുണ്ട്, സ്വീകരിക്കാൻ പറ്റാത്തതുണ്ട്. അതിൽ തന്നെ അബൂ ഹനീഫ ഇമാമ് പറഞ്ഞാൽ അങ്ങനെയുണ്ട് എന്ന് പറയണ കുറച്ച് ആളുകളുണ്ട്. എന്നിട്ട് പറയാണ് ഫളന്ന ഹാദൽ മിസ്കീൻ. ഈ മരപ്പൊട്ടൻ ആ മിസ്കീന്റെ അർത്ഥാണ് പറഞ്ഞത്. ആ മിസ്കീന്റെ അർത്ഥാണ് പറഞ്ഞു. ഫളന്ന ഹാദൽ മിസ്കീൻ. ഈ മരപ്പൊട്ടൻ കരുതിപ്പോയി അന്നഹു മിമ്മൻ യുഖദു വയുത്രക്. മൂപ്പരാണ് സ്വീകരിക്കാനും കൊള്ളാനും തള്ളാനും പറ്റിയ ആളുകളിൽപ്പെട്ട ആളാണ് മൂപ്പര് കരുതിയത്. ഈ ആള് അതിനെ പച്ചപ്പൊട്ടൻ. ഈ പച്ചപ്പൊട്ടൻ കരുതി എന്ത്? മൂപ്പരായി പറ്റിയ ആളാണ്, സ്വീകരിക്കാനും തള്ളാനും കൊള്ളാനും ഒക്കെ പറ്റിയ ആളാണ്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു നോക്കി. മൂപ്പര് പറയാ അന്ന അഹ്ലൽ ഇൽം ഹുമുല്ലദീന യഅഖുദൂന വയുത്രകൂൻ ഔ യുഅഖദൂന വയുത്രകൂൻ. സ്വീകരിക്കപ്പെടേണ്ടതും തള്ളപ്പെടേണ്ടതും ഇമാമിങ്ങളാണ്. യഅഖുദൂന വയുത്രകൂൻ. സ്വീകരിക്കേണ്ടവരാരാണ്? ഇമാമിങ്ങളായിരിക്കണം. തള്ളപ്പെടേണ്ടവരും ഇമാമിങ്ങളായിരിക്കണം. എല്ലാ ആളുകളും വന്നിട്ട് തള്ളും കൊള്ളുകയും നിന്നാല് എന്താണ്? അത് വലിയ അപകടം ഉണ്ടാക്കുമെന്ന് മനസ്സിലായില്ലേ? ഫൽ അംറു സാറ ബൈന ഇഫ്രാത്തും വ തഫ്രീത്തും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ നീട്ടി പറയുന്നുണ്ട്. അപ്പോ
കേരളത്തിലുള്ള വഹാബി കുട്ടികൾ പഠിച്ചതല്ല. കുറച്ച് ഇങ്ങോട്ട് ഗൾഫ് GCCയിലേക്ക് വരുമ്പോ ഓല് പറയണ അത് എല്ലാവർക്കും പറ്റിയ പണിയല്ല, അത് ചെയ്യേണ്ട ആളുകൾ ഇമാമിങ്ങളാണ്. നമുക്കെന്ത് മനസ്സിലായി? കേരളത്തിൽ നമ്മൾ കുറെ കാലം മുമ്പ് പറയാൻ തുടങ്ങി. എന്ത്? എല്ലാരും പറ ഖുർആനിലും ഹദീസിലും നോക്കിയിട്ടേ നിയമം തീരുമാനിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കി എന്തൊക്കെ കാര്യങ്ങളാ ഖുർആനിലില്ല ഹദീസിലില്ല എന്ന് പറഞ്ഞ എന്തെല്ലാം കാര്യങ്ങളാ ഒഴിവാക്കിയത് അല്ലേ? എത്ര എത്ര കാര്യങ്ങളാണ് ഇവർ വലിച്ചെറിഞ്ഞത്. മരിച്ചെടുത്ത് ഓതാൻ പാടില്ല, കാരണം എന്താ? ഖുർആനിലില്ല ഹദീസിലില്ല. പറച്ചോനെ മയ്യത്തുണ്ടാകുമ്പോൾ ദിക്റെല്ലാം പാടില്ല, കാരണം എന്താ? ഖുർആനിലില്ല ഹദീസിലില്ല. തൽഖീൻ ഓതാൻ പാടില്ല, കാരണം എന്താ? ഖുർആനിലില്ല ഹദീസിലില്ല. 3 കഴിക്കാൻ പാടില്ല, കാരണം എന്താ? ഖുർആനിലില്ല ഹദീസിലില്ല. 7 കഴിക്കാൻ പാടില്ല, 70,000 തഹ്ലീലെല്ലാം പാടില്ല. ഇതിനൊക്കെ കാരണം കൂട്ടിക്കൊടുത്താൽ മതി. 70,000 തഹ്ലീലെല്ലാം പാടില്ല, 40 കഴിക്കാൻ പാടില്ല, 6 കഴിക്കാൻ പാടില്ല. അതൊക്കെ മയ്യത്തുമായിട്ട് ബന്ധപ്പെട്ടത്. അങ്ങനെ പാടില്ല. സുബീൽ കുനൂത്ത് പാടില്ല. റഹ്മാനായ റബ്ബേ, ഈ പാടില്ല എന്നല്ലാതെ ഒരു പാടുണ്ട് എന്ന് പറയുന്ന മുജാഹിദിനെ കാണാൻ ഒരു അസ്ഹാബുൻ നഫിയാണ് ഇവര് ഒക്കെ. ഇല്ല 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 ഇല്ലേ? അസ്ഹാബു ഇല്ല എന്നറിയാം. അതന്നെ ഇല്ലന്റെ ആൾക്കാര്. ഈ ഒരവസ്ഥ കേരളത്തിലെ മുജാഹിദ് വഹാബിയക്ക് വന്നത് നിങ്ങൾ ഈ ഖുർആനും ഹദീസും ഒന്നും കാണാനില്ല എന്നാലേ നമ്മുടെ കാണാ സംഭവമെല്ലാം എന്ത് ഉള്ളതേ ഇമാമിങ്ങൾ പറഞ്ഞല്ല. ഷാഫി ഇമാം ഇത് രാമായണവും ഭഗവത്ഗീതയും നോക്കി പറഞ്ഞല്ല. ഓലിത് ഖുർആനും ഹദീസും നോക്കിയിട്ടാ പറഞ്ഞത്. നിങ്ങൾ നോക്കിയ ഖുർആനിൽ കാണാഞ്ഞത് നിങ്ങളെ കുഴപ്പാണ്. ഇംഗ്ലീഷ് അറിയാത്ത ചങ്ങാതി ഇന്ത്യൻ എക്സ്പ്രസ് നോക്കിയിട്ട് വല്ലോം തിരിയോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ABCD ഓന് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല, ഞാൻ നോക്കിയിട്ട് ഞാനേ കണ്ടില്ലല്ലോ എന്നിട്ട് എന്താ കാര്യം ചങ്ങായി? കാരണം നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല, അതല്ലേ പ്രശ്നോ? അത് പിന്നെ മറ്റേ സൗദിയിൽ നിതാക്കാത്ത് പാസ്സായിന്ന് പറഞ്ഞു. അതെവിടെ? അത് ഇന്ത്യൻ എക്സ്പ്രസിൽ ഇന്നലെ അന്നേരം മറ്റേ ഞാൻ ഇന്നലെ നോക്കിയല്ലോ, ഞാനേ കണ്ടിട്ടില്ലല്ലോ. ജയ് കാണാന്ന് ചങ്ങായി എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, അതുകൊണ്ടല്ലേ കുഴപ്പോ? ഇംഗ്ലീഷ് അറിയാത്ത ഇജ്ജ് നോക്കിയത് കൊണ്ട് കാണാത്തത് കൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ഇല്ലാന്നെങ്ങനെയാ പറയല്? അതുകൊണ്ട് ഇജായിട്ട് തള്ളിക്കളയാ? അതിനൊക്കെയാണ് ചങ്ങായിമാര് ബഹുമാനപ്പെട്ട കേൾവിക്കാരൻ സ്ഥാനത്തിന്റെ ഭാഷ പറഞ്ഞ നമ്പർ 13 ബസ് കയറ്റാ നേരെ പിടിച്ചു പിടിയ. ഇതൊക്കെ തന്നെയല്ല അതിനുള്ള മാർഗം. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. പരിശുദ്ധമായ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ തന്നെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം കേരളക്കരയിലേക്ക് വന്നിട്ടുണ്ട്. ആ കാലഘട്ടം മുതൽ അങ്ങനെയാണ് അഭിപ്രായം. ഇനി അതല്ലെങ്കിൽ സഹാബത്തിന്റെ കാലത്ത് എന്തായാലും ബില്ലിത്തിഫാഖ്, അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. സഹാബത്തിന്റെ കാലത്ത് ദീനുൽ ഇസ്ലാം കേരളക്കരയിൽ എത്തിയിട്ടുണ്ട്. ആ സഹാബത്തിൽ നിന്ന് ദീന് പഠിച്ചവരാണ് കേരളക്കരയിലെ പൂർവ്വകാല മുസ്ലിങ്ങൾ അല്ലേ? പൂർവ്വകാല മുസ്ലിങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ കണ്ണി മുറിയാതെ നിലനിർത്തിപ്പോരുന്ന ആചാരങ്ങള് അനുഷ്ഠാനങ്ങള് നിങ്ങൾ നോക്കിയപ്പോ കണ്ടില്ല എന്നുള്ള ഒരൊറ്റ കാരണം പറഞ്ഞ് ദീനും ഒഴിവാക്കാൻ നിന്ന എന്തൊക്കെ ഒഴിവാക്കേണ്ടി വരും? ഇനി പറഞ്ഞെടുത്താറ്റാ നിൽക്കുമെങ്കില് ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഈ മുറി വൈദ്യൻ ആളെ കൊല്ലും, നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല, ഖുർആനും അറിയില്ല, ആയത്തും അറിയില്ല, ഹദീസും അറിയില്ല. പിന്നെ എന്തിനാണ് ഹബീബെ ഈ പാവപ്പെട്ട ജനങ്ങളുടെ ആഖിറം ഫിത്ന ഉണ്ടാക്കുന്നത്, ദീനിൽ ഫിത്ന ഉണ്ടാക്കുന്നത്? എന്തെങ്കിലും ഒരു വിഷയം ബഹുമാനപ്പെട്ട കൂട്ടൂർ ഉസ്താദിന്റെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ ഒറ്റ നേരത്തെ നിക്കാരം മുഴുവൻ നിക്കരിക്കണ്ട, ഒരമുറി നിക്കാരം നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആനും ഹദീസും നോക്കിയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ലാന്നല്ലേ മറുപടി? അല്ലേ? ഇല്ലാന്നല്ലേ മറുപടി? ആ മറുപടി പറയാൻ നിങ്ങള് ഈ രൂപത്തിൽ ഖുർആനും ഹദീസും മാത്രമേ നോക്കാവൂ, അല്ലാതെ മൗലവിമാര് പറയുന്ന ഇമാമിങ്ങൾ പറയുന്നൊന്നും സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് തന്നെയും അറിയാതെ പൊട്ടത്തരാണ്. പക്ഷെ ഇത് കേൾക്കുമ്പോ നല്ല മുഞ്ചുള്ള വാക്കാണ്, അതാണ് രസം. അല്ലെ? കലിമത്തു ഹഖ്ഖിൻ തുറാദു ബിഹിൽ ബാത്തിൽ. ഇതൊരു ഹക്കിന്റെ വാക്കാണ്. കേൾക്കുമ്പോ നല്ല സുന്ദരായ വാക്കായിരിക്കും, പക്ഷെ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ബാത്തുലായ മുറാദു ആയിരിക്കും. അപ്പോ ശ്രദ്ധിക്കുക. അപ്പോ ഈ ഒരു രൂപമാണ് മുജാഹിദീങ്ങളും വഹാബികളും നിലനിർത്തിപ്പോരുന്നത്. അവർക്ക്
തന്നെ വ്യക്തമായിട്ട് അറിയാം ഞങ്ങൾ ഈ പറയുന്ന ഈ തിയറി മാത്രമേ ഉള്ളൂ, ഇത് പ്രാക്ടിക്കബിൾ അല്ല. ഇത് പ്രാക്ടിക്കബിൾ അല്ല എന്ന് അറിയുന്ന, വ്യക്തമായി അറിയുന്നവരാണിവർ. പക്ഷെ ഇത് പറഞ്ഞാലാണ് ജനങ്ങൾ എന്ത് ചെയ്യുള്ളൂ, വലയിൽ വീഴുള്ളൂ. മാനുപ്പ മൈക്ക് വേണമെങ്കിൽ മൈക്ക് എടുത്തോളി, ഞാൻ മൈക്ക് വിടാം. മാനുപ്പാക്ക് മൈക്ക് ആവശ്യമുണ്ടെങ്കിൽ മൈക്കിലേക്ക് വരാം പെട്ടെന്ന്. അസ്സലാമു അലൈക്കും. അപ്പൊ ചോദ്യാർത്ഥികൾക്ക് വീണ്ടും മൈക്കിലേക്ക് സ്വാഗതം. ശ്രദ്ധിക്കുക. അപ്പൊ ഞങ്ങൾ ആദർശപരമായ വിഷയത്തിലേക്ക് തന്നെ വരികയല്ലേ ഉസ്താദുമാരെ? കഴിഞ്ഞില്ലേ? വിഷയം കഴിഞ്ഞില്ലേ? അല്ല, ഞാൻ കേട്ടിട്ടില്ല ഉസ്താദ് പറഞ്ഞത്. കാരണം അതിന്റെ ഇടയിൽ എനിക്ക് 1-2 കാര്യങ്ങളിലേക്ക് 1-2 സാധനങ്ങൾ കൊണ്ടു കൊടുക്കാനുള്ളത് തുറന്നങ്ങ് പറയാലോ. അത് കഴിഞ്ഞു പോകുന്നതാണ് അതിന്റെ ഇടയിൽ. ഓക്കെ, ജസ്റ്റ്. അപ്പോ നമ്മുടെ വിഷയം, അപ്പൊ ഇന്നേ വരെ മുജാഹിദീങ്ങൾ പറഞ്ഞ നല്ലൊരു ആശയം ജനങ്ങള് വിചാരിച്ച ഒരു ആശയാപ്പത്. ഈ ആശയാണ് തകഴ കീഴായി മാറിയുന്നത്. ഏതൊരു വിഷയം നോക്കിയാലും മുജാഹിദീങ്ങൾ പറയും, വഹാബികൾ പറയും, ഖുർആനും ഹദീസും മാറ്റുരച്ച് നോക്കിയിട്ട് തീരുമാനപ്പെടുത്തേണ്ടതാണ്. പക്ഷെ ഖുർആനും ഹദീസും മാറ്റുരച്ച് നോക്കിയാൽ ഒന്നും കാണുന്നില്ല. സാധാരണക്കാരൻ നോക്കുമ്പോ ഒരു ഭാഗത്ത് സലാം സുല്ലമിന്റെ ഹദീസിന്റെ പരിഭാഷ വെക്കുക. നിങ്ങൾ ആലോചിച്ചേക്ക്, ഈ സലാം സുല്ലമിന്റെ ഹദീസിന്റെ പരിഭാഷ വെച്ചാല് സഹീഹുൽ ബുഖാരി അടക്കം സ്വീകരിക്കൂല. ആ ഒരു ലെവലിലാണ് ഉള്ളത്. അത് വഹാബികളെല്ലാരും മൊത്തത്തിലുള്ള ആശയമാണ്. കേരളക്കരയിൽ ഇപ്പൊ ആധുനികമായ പ്രശ്നങ്ങൾക്ക് നിദാന കാരണം ബുഖാരി സ്വീകരിക്കൂല. ബുഖാരി സ്വീകരിക്കാത്ത മുബത്തദി ആണ്. കേൾക്കണങ്ങള്, ബുഖാരി സ്വീകരിക്കാത്ത ആളുകളെ കുറിച്ച് സഹീഹുൽ ബുഖാരിയുടെ കാമിലായ വശം സഹീഹാണെന്ന് അംഗീകരിക്കാത്ത ആ ഹദീസുകൾ സ്വീകരിക്കൂല എന്ന് പറയുന്ന ആളുകളൊക്കെ മുബത്തദി ആണെന്നാണ് അഹ്ലുൽ ഇൽം അഥവാ ഇമ്മത്തൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ വാദം തന്നെയാണ് ആരും പറയണത് ജിന്നൂരി വല്ലൂരി വിഭാഗങ്ങൾ പറയുന്നത്. എന്നാ മടവൂരി വിഭാഗം പറയണ അങ്ങനെ സ്വീകരിക്കാൻ പറ്റൂല. കാരണം അത് ഓല ഗീശന്ന് ഓല മീസാനിലിട്ടിട്ടൊന്ന് തൂക്കിയിട്ട് അത് പിന്നെ ഖുർആനും ഹദീസിനൊക്കെ യോജിച്ചതാണോ ആര് പറഞ്ഞ് റസൂലുള്ള പറഞ്ഞത് നോക്കണം. ഇങ്ങനെ ചിന്തിക്കണേ. ഇവര് ഷാഫി ഇമാമ് പറഞ്ഞൊക്കെ വിട്ട് അത് ഖുർആനും ഹദീസും നോക്കി ഇപ്പൊ ഇവര് പറയാൻ തുടങ്ങി എന്ത്, അതൊക്കെ വിടുക. ഷാഫി ഇമാമ് പറഞ്ഞൊക്കെ നമ്മൾ കുറെ കാലമായില്ലോ. ഇപ്പൊ നബി എന്ന് പറഞ്ഞു സഹിയായ പരമ്പരയിൽ വന്നിട്ടൊന്നും കാര്യമില്ല. നമ്മളെ ഇവരുണ്ടല്ലോ ആര് സച്ചാൽ ചേകനൂരിസത്തിലേക്കാ പോണത്, പോക്ക് അങ്ങോട്ടേക്കാ. അപ്പോ നബി എന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യും, ഖുർആനായിട്ട് ഒന്ന് മുട്ടിച്ചു നോക്കും. അപ്പൊ സഹീഹുൽ ബുഖാരി പറഞ്ഞത് ഖുർആനെതിരായാൽ നമ്മൾ സ്വീകരിക്കൂല. ആ ഒരു ലെവലിലേക്ക് അവര് വളർന്നു. ഓരൊക്കെ മുബ്തദിഈങ്ങളാണ് എന്നാണ് മറ്റേ വാദം പറയുന്നത്. കാരണം എന്താ, സഹീഹുൽ ബുഖാരി അംഗീകരിക്കാത്ത ആളുകളൊക്കെ മുബ്തദിഈങ്ങളാണ്, പുത്തനാശയക്കാരാണ്. എന്നാ സ്വാഭാവികം ചങ്ങായിമാരെ നിങ്ങള് മറ്റേ വഹാബി നേതാക്കന്മാരൊക്കെ തള്ളേണ്ടി വരൂലേ? അങ്ങനെ ജിന്നൂരിയും പല്ലൂരിയും പറഞ്ഞാലേ നമ്മൾ അൽബാനിനെ സ്വീകരിക്കാൻ കഴിയോ? അൽബാനി സാഹിബ് നമ്പർ 1 മുബ്തദി അല്ലേ, പുത്തനാശയക്കാരനല്ലേ? കാരണം മൂപ്പരും തള്ളിയിട്ടുണ്ടല്ലോ. ബുഖാരിയിലോ മുസ്ലിമിലോ ഹദീസ് മൂപ്പരും തള്ളിയിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ മൂപ്പരെയും സ്വീകരിക്കാൻ പറ്റൂലല്ലോ. നിങ്ങൾ തെളിവിന് പിടിക്കുന്ന ആ ആളുകൾ, മസാദിറുകള്, അവര് തന്നെ പുത്തനാശയക്കാരാണ്. നിങ്ങളെ ഉസൂൽ അനുസരിച്ചും നിങ്ങൾ അംഗീകരിക്കുന്ന ഉസൂൽ അനുസരിച്ചും. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഓരോരുത്തർക്ക് തോന്നിയ മാതിരി ഖുർആനും ഹദീസും ഒക്കെ അങ്ങോട്ട് വിലയിരുത്തി അതിൽ ഇജ്തിഹാദ് ചെയ്തപ്പോ ബഹുമാനപ്പെട്ട കേൾവിക്കാരൻ ഉസ്താദിന്റെ ഭാഷയെ പറഞ്ഞാല് കണ്ണട്ടന്മാരാനനെ കണ്ട രൂപേണ ആയിപ്പോയി അല്ലേ? ഇപ്പൊ എട്ടായി ചെതറാനുണ്ടായ കാരണം എന്താ? ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. ഹും റിജാലുൻ വ നഹ്നു റിജാലുൻ അല്ലേ? ഓല മനുഷ്യന്മാരാണ്, നമ്മളും മനുഷ്യന്മാരാണ്. സലാം സുല്ലമി പറഞ്ഞു ഷാഫി ഇമാമും മനുഷ്യനാണ്, ഞാനും മനുഷ്യനാണ്, ഞാനിട്ട് ഇജ്തിഹാദ് ചെയ്യട്ടെ. മൂപ്പര് ഒരു ഇജ്തിഹാദ്, അപ്പൊ മൂപ്പർക്ക് ഒരു നിയമം കിട്ടി. അപ്പൊ പിന്നെ ഇവിടുന്ന് അബ്ദുറഹ്മാൻ സലഫിക്ക് ഒരു തീരുമാനം, എന്ത് ശരി സലാം സുല്ലമി മാത്രം മുജ്തഹിദായാ പോരാല്ലോ, ഞാനും എന്താ ഇജ്തിഹാദിന് കുറവാ? ഞാൻ ഇജ്തിഹാദിന് കുറവില്ലാലോ. ശരി, അപ്പൊ ഞാൻ എന്റെ ഇജ്തിഹാദ് അതാണോ നോക്കട്ടെ. മൂപ്പര് ഇജ്തിഹാദ് ചെയ്ത് അത് പറഞ്ഞപ്പോ ഉസ്താദാണെങ്കിലും ശരി, സക്കരിയ മോശമായിട്ട് ഉസ്താദിനെ പറയിപ്പിക്കാൻ പറ്റൂലല്ലോ. ഉസ്താദ് മുജ്തഹിദാവുമ്പോ ശിഷ്യാൻ എന്തായാലും മുജ്തഹിദാവണ്ടേ? മൂപ്പര് ഇജ്തിഹാദ് ചെയ്ത്, മൂപ്പര് വേറൊരു പാർട്ടി.
ജമാലും അങ്കട വേറൊരു പാർട്ടി, ഇരുവേറ്റി വേറൊരു പാർട്ടി. എന്റെ പറച്ചോനെ ഈ പാർട്ടിയാണ്. ആ ഒരു ചങ്ങായി ഉണ്ടല്ലോ, ഒരു കണ്ണ് പച്ചക്കണ്ണുള്ള, എന്തായാലും അവന്റെ പേര് മറന്നുപോയി. ആ ചുരുളമുടി പച്ചക്കണ്ണുള്ള, സത്യത്തിൽ എനിക്ക് ആളെ പേര് ഓർമ്മയില്ല ചേട്ടാ. ആ ഹനീഫ് കായക്കൊടി, അതന്നെ. മൂപ്പര് വേറൊരു മദ്ഹബ്. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ നാലുമ്മൽ ഒതുങ്ങിയും മഹാന്മാരായ ഇമ്മത്തിനെ പിൻപറ്റുമ്പോ ഇതിപ്പോ 40 ഒതുങ്ങാത്ത കോലാണല്ലോ ഉള്ളതെന്ന് ചിന്തിക്കുമ്പോഴാണ് സങ്കടം. ഇതിപ്പോ ഇങ്ങനെ പോയാൽ 40 ഒതുങ്ങണ കോലം കാണുന്നില്ല. കാരണം ഇതിങ്ങനെ ചെതറിയാണ്, പൊട്ടി 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 ചെതറുക. അല്ലാഹ് കാക്കട്ടെ എന്നല്ലാണ്ട് വേറെന്ത് പറയാനാ? നിങ്ങൾ ചിന്തിച്ചു നോക്കി. യഥാർത്ഥത്തിൽ ഈ ആശയം കൊണ്ടുവന്നു തന്നെ വിദാത്ത ഖുർആനിലേക്കും ഹദീസിലേക്കും മടങ്ങിയ ബാക്കിയുള്ള എല്ലാം തള്ളുക എന്ന് പറയുന്നത്. അതാണ് നിങ്ങൾ ചിന്തിക്കണ്ടേ. ഖുർആനിലേക്കും ഹദീസിലേക്കും മടങ്ങിയ അതിനോട് നമ്മളെ ബുദ്ധിയിൽ വെച്ചിട്ട് അതിനോട് യോജിക്കുന്നത് അംഗീകരിക്കുക, ബാക്കിയെല്ലാം തള്ളിക്കളയുക എന്ന ആശയം തന്നെ വിദാത്ത. അങ്ങനെ ഒരു ആശയം തന്നെ മുൻഗാമികൾ പഠിപ്പിച്ചതല്ല. ആ ആശയം തന്നെയാണ് ബിദ്അത്തിന്റെ ആശയം. ബിദ്അത്തുകാർ പറയുന്ന നല്ല വാക്കാണ്, പക്ഷെ അത് പരിധിക്ക് പുറത്താണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഞാൻ മൈക്ക് വിടുന്നു. ചോദ്യകർത്താക്കൾക്ക് മൈക്കിലേക്ക് സ്വാഗതം. അസ്സലാമു അലൈക്കും.